കലയ്ക്ക് പലതരത്തിലുള്ള ട്രെൻഡുകളാണുള്ളത്. ചിലർ മോഡേൺ രീതിയിൽ വീടുകൾ വെക്കാൻ ആഗ്രഹിക്കുന്നു, മറ്റു ചിലരാണെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ വീട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കി മോഡേൺ രീതിയും ട്രഡീഷണൽ രീതിയും കൂട്ടിയിണക്കിയ ഒരു വീടിന്റെ വിശേഷമാണ് മാസ്റ്റർ ക്രാഫ്റ്റിലൂടെ നമ്മൾ ഇന്ന് കാണുന്നത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആനമങ്ങാടി എന്ന സ്ഥലത്താണ് കൃഷ്ണാലയം എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. KSRTC റിട്ടയർഡ് ഉദ്യോഗസ്ഥനായ ഉണ്ണികൃഷ്ണന്റെയും ഭാര്യ ലീലാഭായിയുടെയും ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് ഹോം, ബെസ്റ്റ് ആർക്കിടെക്ട് എന്നീ 2 കാറ്റഗറിയിലാണ്. മനസ്സറിഞ്ഞ് മണ്ണിനെ നോവിക്കാതെ വീട് വെക്കുന്നതാണ് ആർക്കിടെക്റ്റിന്റെ വിജയരഹസ്യം. അങ്ങനെയുള്ള മികച്ച ആർക്കിടെക്റ്റുകളെയാണ് മാസ്റ്റർ ക്രാഫ്റ്റിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന വീട് നിർമ്മിച്ചിരിക്കുന്നത് കലൈഡ് ആർക്കിടെക്ട്സ് MD ആയ ആർക്കിടെക്ട് അബ്ദുള്ള കുട്ടിയാണ്. ഈ വീടിൻ്റെ ഡിസൈനിൽ 2 തീംസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലായിട്ട് ഇതിൻ്റെ എക്സ്റ്റീരിയർ തീമിൽ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആംബിയൻസും, രണ്ടാമത് ഇതിൻ്റെ ഇൻറ്റീരിയർ പ്ലാനിങ്ങിൽ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിങ്ങുമാണ് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഈ 2 തീം ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 തലമുറയിലെ ആളുകളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. രാജേഷിൻ്റെ അച്ഛനും അമ്മയും, പിന്നെ രാജേഷും ഭാര്യയും, ശേഷം രാജേഷിൻ്റെ 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഈ 3 ജനറേഷനിൽ ഉള്ള ആളുകൾക്കും ഒരു ഹോം ഫീൽ വരുന്ന പോലെയുള്ളൊരു പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ ഡിസൈനിങ് ആണ് മൊത്തത്തിൽ ഈ വീടിന് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. റോഡിൽ നിന്നും കുറച്ച് താഴ്ന്നിട്ടാണ് ഇതിൻ്റെ വീട് നിൽക്കുന്ന ലെവൽ ഉള്ളത്. അപ്പോൾ അതേ ലെവൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീടിനകത്ത് സ്പ്ലിറ്റ് ലെവൽസ് ഒന്നും ഇല്ലാതെ ഒരേ ലെവൽ തന്നെയാണ് മൊത്തം പ്ലാനിങ്ങും നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് വീടിനകത്തിലൂടെയുള്ള മൂവ്മെൻറ്റ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാനിങ് നടത്തിയിട്ടുള്ളത്. പിന്നെ പുറത്തുള്ള ലുക്ക് വൈസ് വീടൊരു ട്രഡീഷണൽ ലുക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ ഫ്യൂച്ചർ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിലുള്ള ഫെസിലിറ്റീസ് എല്ലാം വളരെ മോഡേൺ ആയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസും ഈ വീടിനകത്ത് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രഡീഷണൽ രീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സോപാനാണെങ്കിലും ചാരുപടിയാണെങ്കിലും കരിങ്കൽ തൂണുകളാണെങ്കിലും ഇവയെല്ലാം നമുക്കൊരു ട്രഡീഷണൽ ടച്ചാണ് നൽകുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ് ഇവിടുത്തെ കാർ പോർച്ച് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു കാർ പോർച്ച് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല. വീടിൻ്റെ മുൻഭാഗത്തേക്ക് നമ്മുടെ സൈറ്റ് കുറച്ചുകൂടി വീതി കുറവായതുകൊണ്ട് വീടിൻ്റെ കാഴ്ചയെ
മൊത്തം കാഴ്ചയെ ബാധിക്കാതിരിക്കാനാണ് നമ്മൾ പോർച്ച് ഡിറ്റാച്ച് ആക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചത്. അത് കഴിഞ്ഞ് പോർച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്പ് ഫീച്ചറുണ്ട്. അതിലാണ് നമ്മൾ തുളസിത്തറയും ഒരു ചെറിയൊരു വാട്ടർ പോണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത്. മുറ്റത്ത് നിന്ന് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മെയിൻ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും നമുക്ക് സോപാനമുണ്ട്. വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടിന് ചുറ്റും നമുക്ക് ചാരുപടിയുണ്ട്. ആ ഒരു എൻട്രി ചുമരിൽ നമ്മൾ വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഫ്ലോർ വരെ നമ്മൾ ഈ ഒരു ട്രഡീഷണൽ ഒരു ആംബിയൻസ് കൊണ്ടുവരാൻ വേണ്ടി ടെറാക്കോട്ട കളറിലുള്ള അല്ലെങ്കിൽ ഷെയ്ഡിലുള്ള ഫ്ലോറിംഗ് ആണ് നമ്മൾ സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പം ആദ്യം വരുന്നത് നമ്മൾ വലത്ത് ഭാഗത്ത് ലിവിങ് റൂമാണ്. സാധാരണ വീടുകളിൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ലിവിങ് റൂംസാണ് പൊതുവേ പല വീടുകളിലും നമ്മൾ കാണാറുള്ളത്. അത് എൻഡ് ഓഫ് ദി ഡേ അധികം യൂസ് ചെയ്യാതെ വെക്കുന്ന ഒരു അവസ്ഥയാണ് പൊതുവേ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മളൊരു ഓപ്പൺ ആയിട്ടുള്ളൊരു ലിവിങ് റൂമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ലിവിങ്ങിനോട് ചേർന്ന് അതിൻ്റെ അടുത്ത ഭാഗത്ത് ഒരു ചെറിയൊരു വാട്ടർ ഫീച്ചറോട് ചേർത്തിട്ടുള്ള ചെറിയൊരു കോർട്ട്യാർഡും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ കൺസെപ്റ്റും മോഡേൺ കൺസെപ്റ്റും കൂട്ടിയിണക്കി ഒരു മിക്സഡ് കൺസെപ്റ്റിലാണ് ഇവിടുത്തെ ഡ്രോയിങ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഡ്രോയിങ് റൂമിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗിൽ കോവ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ മോഡേൺ ഡിസൈൻ സ്റ്റൈലിൻ്റെ ഒരു പാർട്ടാണ്. എന്നാൽ ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ഈ ഒരു സ്റ്റോൺ പില്ലേഴ്സ് ആണെങ്കിലും അതേപോലെ ഈ ഒരു വാട്ടർ ബോഡിയിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം നമുക്കൊരു ട്രഡീഷണൽ ടച്ച് തന്നെയാണ് നൽകുന്നത്. വീടിനകത്തോട്ട് കയറുമ്പോൾ ആദ്യം ഒരു ഗസ്റ്റ് ബെഡും അത് കഴിഞ്ഞ് വീണ്ടും അകത്തോട്ട് വരുമ്പോൾ ഒരു ഡൈനിങ്ങുമാണ് നമുക്കുള്ളത്. ഈ ഡൈനിങ്ങിനോട് ചേർന്ന് വലിയൊരു കോർട്ട്യാർഡുണ്ട്. ആ കോർട്ട്യാർഡിലാണ് നമ്മൾ പൂജാ സ്പേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.